ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഗ്ലോവിൻ ഐസക്. ഞാനത് അവിടെ വെള്ളയിൽ ഹാർബറിൽ ചൂണ്ടിടാൻ വന്നതാണ്. അപ്പം കണ്ടൊരു കാഴ്ച നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് കാണിക്കാമെന്ന് വെച്ച്. നമ്മുടെ ഈ ഹാർബർ മുഴുവൻ ചെമ്മീൻ കൊണ്ട് നിറഞ്ഞു കിടക്കുക. അതായത് പൊടിച്ചെമ്മീൻ, ഭയങ്കര ചെറിയ ചെമ്മീൻ കൂട്ടങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് കണ്ടപ്പോൾ ഒന്ന് ഒരു വീഡിയോ പകർത്തി നിങ്ങൾക്കൊന്ന് കാണിക്കാമല്ലോ എന്നൊരിതാണ്. സുഹൃത്തുക്കൾ കാണാൻ പറ്റുമോ നോക്കാം. ഈ വെള്ളത്തിലിങ്ങനെ ഓടിക്കളിക്കുന്ന മുഴുവനും പൊടി ചെമ്മീനുകളാണ്. കൂട്ടത്തോടെ ഞാൻ മൊബൈൽ ക്യാമറയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു, കാരണം വെയിലാ. ഇതല്ല, നമ്മുടെ ഹാർബറിലെ ബോട്ടുകൾ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവരെ തിന്നാൻ വേണ്ടി ഇങ്ങനെ പല ആശാന്മാരിങ്ങനെ കരക്ക് കയറുന്നുണ്ട്. അവർ നമ്മളെ ചൂണ്ടൊക്കെ അടിക്കില്ല. വയറ് നിറച്ച് ചെമ്മീൻ തിന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂണ്ടൊക്കെ ഇടുന്ന ബൈറ്റ് ചെമ്മീനാണ്. അത് കഴിക്കാൻ ഇവർക്ക് നേരം ഉണ്ടാവില്ല. അതേ അവസ്ഥയ്ക്ക് നമ്മൾ അപ്പുറത്തും കടലിൻ്റെ ഇത് ഹാർബറാണ്, കടലപ്പുറമാണ്. ആ അപ്പുറത്താണ് ചൂണ്ടിടുന്നത്. അങ്ങനെ നിറഞ്ഞു കിടക്കുക ചെമ്മീൻ്റെ മക്കൾ എത്രയാണ്. അപ്പോൾ അപ്പുറത്തും ഇതേമാതിരി ചെമ്മീൻ മക്കൾ പൊന്തുകയാണെങ്കിൽ പിന്നെ രാശാന്മാരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കല്ലിടയിൽ കൂടെ. ഇതേമാതിരി അപ്പുറത്തൊക്കെ പൊന്തുകയാണെങ്കിൽ ഇന്നത്തെ മീൻപിടുത്തം ഗോവിന്ദയാവും. കണ്ടോ സുഹൃത്തുക്കളെ, കണ്ടോ ചെമ്മീൻ്റെ മക്കൾ പൊടി ഒരിത്തിരി പാടി വലുപ്പമായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ ഊറ്റുവല ഇടും. അവിടെയൊക്കെ വല ഇട്ടിരിക്കുന്നത് അത് സാധാ വലയാണ്. ചെറിയ കണ്ണി വല ഇട്ടിട്ട് ഇതൊക്കെ ഊറ്റിയിട്ട് ഇവിടെ ഉണക്കാനിടും. ഈ ഹാർബറിൻ്റെ സൈഡിൻ്റെ ഇവിടെയൊക്കെ ഉണക്കാൻ വെക്കും. അപ്പോൾ എന്താ ഈ പൊടി ചെമ്മീൻ, നമ്മുടെ ചെമ്മീൻ പൊടിയില്ലേ, അതിൻ്റെ ചെമ്മീൻ പരിവാവും. അപ്പോൾ ഉണക്ക ചെമ്മീൻ പൊടി ചെമ്മീനായി മാറും ഇവരൊക്കെ. ഇത് നമ്മളെ കടൽ വെള്ളം കണ്ടില്ലേ, കുറേ അങ്ങേ തല അയക്കുന്നു. പിന്നെ വേറൊരു സംഭവം കാട്ടിത്തരാം. കുറച്ച് മുന്നേ ഇവിടെ ഒരു തിരയടിച്ച് ബോട്ട് മുങ്ങിപ്പോയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു മുക്കോൻ വെള്ളത്തിൽ പോയി മരിച്ചു. അതായത് തിര കൊണ്ടുപോയി. ആദ്യം ഏകദേശം ഈ കടലിൻ്റെ നമ്മളെ കുറച്ച് ദൂരത്ത് വെച്ചിട്ടാണ് പോയി ഇവരെ ഈ ഫൈബർ ബോട്ട് മുങ്ങിപ്പോയത്. ആ ഫൈബർ ബോട്ട് തിര കൊണ്ടുവന്നിട്ടത് കണ്ടോ സുഹൃത്തുക്കളെ. ഇത്രയോ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി ഇതാ ഇവിടെ അടുപ്പിച്ച്. ഈ ബോട്ടിലുള്ള ഒരു ഏട്ടനാണ് കടലമ്മ കൊണ്ടുപോയത്. പുള്ളിക്കാരൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഈ ബോട്ട് ഇവിടെ നിൽക്കുക. അതുപോലെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ട പേപ്പറിലൊക്കെ ഉണ്ടായിട്ടില്ലല്ലോ വെള്ളയിൽ മരിച്ച കണ്ട. അങ്ങനെ പത പൊന്തുണ്ട് കടലിൽ. ഈ പത പൊന്തിയാൽ മീൻ അടിക്കൂല. അപ്പോൾ ഇന്ന് ഇത്രയും നേരം വന്നത് വെറുതെ ആയിപ്പോയി. ഇത്രയും ദൂരത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന വെറുതെ ആയിപ്പോയി. സംശയമുണ്ട്. നോക്കാം, കുറച്ച് നിന്ന് നോക്കാം. നമ്മളെ ഇത് മാറുകയാണെങ്കിൽ മീൻ കിട്ടും. വെള്ളത്തിന് പത പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും. പക്ഷേ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.